നമസ്കാരം. ഞാൻ പാലക്കാട് നിന്നും രാജേന്ദ്രൻ. ഞാനൊരു പുതിയ യൂട്യൂബ് ചാനൽ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നു. അതിൻ്റെ പേര് രാജേന്ദ്രൻ ഡി കോഴ്സ് എന്നാണ്. സമകാലീന സംഭവങ്ങളും എൻ്റെ ജീവിതാനുഭവങ്ങളും ചേർത്താണ് ഞാൻ ഇത് അവതരിപ്പിക്കാൻ പോകുന്നത്. ഇന്നത്തെ വിഷയം ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് അല്പം ആക്സിഡൻറ്റുകളെ പറ്റിയിട്ടാണ്. എത്രയോ വാഹനം അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നുണ്ട്. ഒരു മാസത്തിൽ ലക്ഷക്കണക്കിന് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നുണ്ട്. അതിനൊരു ചെറിയൊരു പരിഹാരം എന്ന നിലയ്ക്ക് എൻ്റെ ബുദ്ധിയിൽ ഉദിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. ശരിക്കും ഹെവി വെഹിക്കിൾ ഡ്യൂട്ടി വാഹനങ്ങൾക്ക് എല്ലാറ്റിനും എല്ലാ ഇൻഷുറൻസുകളും ഉണ്ട്. ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ അതിനൊരു 10% പോളിസി എമൗണ്ട് ഈ പോളിസി ഹോൾഡറുടെ പേരിൽ വെക്കുകയാണെങ്കിൽ, അയാളുടെ ബാധ്യതയായി നിലനിർത്തുകയാണെങ്കിൽ, ഈ ഇൻഷുറൻസിൻ്റെ പേടിയുണ്ടെങ്കിലും ആ ഡ്രൈവർക്കോ അല്ലെങ്കിൽ ഓണർക്കോ ബന്ധപ്പെട്ട ആർക്കെങ്കിലുമോ അത് വളരെ കൃത്യമായിട്ടും ഭയം വരുന്ന ഒരു കാര്യമാണ്. ഉദാഹരണം, ഒരു പോളിസി എമൗണ്ട് കൃത്യമായി തന്നെ ഒരു 10,000 രൂപ വയ്ക്കുക. ഉദാഹരണത്തിന് 10,000 രൂപ വെച്ച് കഴിഞ്ഞാൽ 10,000 രൂപയുടെ 10% ആ ഒറിജിനൽ ഓണർക്കോ അല്ലെങ്കിൽ ഡ്രൈവർക്കോ ഉത്തരവാദിത്തപ്പെടുത്തുകയാണ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ 10,000 രൂപയുടെ പോളിസിയിൽ നിന്നും 1,000 രൂപ കിഴിച്ച് വെറും 9,000 റുപ്പീസ് മാത്രം അയാൾ അടയ്ക്കുകയും ബാക്കി 10,000 രൂപ അയാളുടെ പേരിൽ കിഴിച്ചു കൊടുക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, വേറൊരു തരത്തിൽ പറഞ്ഞാൽ, അതിനൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു 10 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് നഷ്ടപരിഹാരമായി കൊടുക്കാനുള്ളത് എങ്കിൽ 9 ലക്ഷം രൂപ മാത്രം ഇൻഷുറൻസ് കമ്പനി കൊടുക്കുകയും 10,000 രൂപ 1 ലക്ഷം രൂപ ഈ ഓണറോ അല്ലെങ്കിൽ വെഹിക്കിൾ ഡ്രൈവറോ കൊടുക്കുകയും ചെയ്യുന്ന ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ ഇത്രയും വാഹനങ്ങളുടെ അപകടം സംഭവിക്കുകയില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഇപ്പോഴെല്ലാം സംഭവിക്കുന്ന ഒരു ഈസി ഗോയിങ് ആണ്. അതിന് പകരം ഇങ്ങനെ ഒരു നിർദ്ദേശം വെച്ച് കഴിഞ്ഞാൽ ആ വാഹനങ്ങളുടെ ടാക്സ്, ഇൻഷുറൻസ് അവർ കൊടുക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിന് ഉത്തരവാദിത്തം വരും. എന്തായാലും ഇത് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.